സർ, 2001 കേരളത്തിലെ നഗര ജനസംഖ്യയുടെ അനുപാതം 25.96%. 2011 അത് 47.72% ഉയർന്നു. 2031 ആകുമ്പോഴേക്കും കേരളത്തിൻ്റെ ജനസംഖ്യയിൽ 70% നഗരവാസികളായിരിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു. നഗരവൽക്കരണത്തിൻ്റെ വേഗത ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. സർ, മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനായാൽ നഗരവൽക്കരണത്തെയും സാമ്പത്തിക വളർച്ചയെയും സമന്വയിപ്പിച്ച് കേരളത്തിന് മുന്നോട്ട് പോകാനാവും. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളം ഒരു അർബൻ കമ്മീഷനെ നിയമിച്ചത്. വിശദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അർബൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കും. നഗരമേഖലയുടെ സവിശേഷ പ്രശ്നങ്ങൾ പരിഗണിക്കാൻ രൂപീകരിച്ച അർബൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് പരിപാടികൾ തയ്യാറാക്കും. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളുടെ വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കും. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുകയാണ്. ഭവനരഹിതരും ഭൂരഹിതരും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യം വൈകാതെ സാക്ഷാത്കരിക്കാൻ കഴിയും. സർ, ജനകീയാസൂത്രണത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനിക്കുകയും അത് നിലനിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യണം. അതോടൊപ്പം പോരായ്മകളും പരിഹരിക്കണം. ഉൽപ്പാദന മേഖലയിലും തൊഴിലവസര സൃഷ്ടിയിലുമാണ് ആഗ്രഹിച്ച പുരോഗതി ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. കൃഷി, വ്യവസായം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളും പ്രാദേശിക സർക്കാരുകളും ചേർന്ന് ഈ പോരായ്മ പരിഹരിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. സംരംഭക വർഷം പരിപാടിയുടെ ഭാഗമായി വ്യവസായ വകുപ്പിൻ്റെ സഹായത്തോടുകൂടി താഴെത്തട്ടിൽ സംഘടിപ്പിച്ച സംരംഭക സഭ ഇതിന് ഉദാഹരണമാണ്. ജനസംഖ്യാ പരിണാമം. സർ, 2024 കേരളത്തിൽ 3.48 ലക്ഷം കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. 2014 ഇത് 5.34 ലക്ഷമായിരുന്നു. 20 വർഷം മുമ്പ് 6 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ ജനിച്ചിരുന്ന സ്ഥാനത്താണ് ഈ വലിയ കുറവുണ്ടായിരിക്കുന്നത്. സർ, ജനസംഖ്യാ പരിണാമവുമായി കൂട്ടിച്ചേർത്ത് വേണം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഉള്ള കുടിയേറ്റത്തെയും കാണാൻ. എല്ലാത്തരം പ്രവാസത്തെയും കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തിരുത്തേണ്ടതുണ്ട്. കേരളത്തിൽ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന തൊഴിലാളികളുടെ അഭാവം അനുഭവപ്പെടുമ്പോൾ കേരളീയർ വിദേശത്തൊട്ടും മെച്ചപ്പെട്ടതല്ലാത്ത സാഹചര്യത്തിൽ പണിയെടുക്കുന്ന സ്ഥിതിയുണ്ട്. പ്രവാസം ഒട്ടേറെ പേർക്ക് വലിയ നഷ്ടക്കച്ചവടമായി തീരുന്ന അനുഭവമുണ്ട്. വിദേശത്തെ തൊഴിൽ കമ്പോളത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാതുള്ള കുടിയേറ്റമാണ് ഇതിന് കാരണം. വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലും ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. 2024 കണക്കുകളനുസരിച്ച് പ്രവാസികൾ അയക്കുന്ന റെമിറ്റൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഒന്നാമതാണ്. 21% കേരളത്തിലേക്ക് പ്രവാസികളാണ് സംഭാവന ചെയ്യുന്നത്. സർ, ലോക കേരള കേന്ദ്രം. സർ, പ്രവാസികളുടെ നാടുമായിട്ടുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. ലോക കേരള കേന്ദ്രത്തിൽ ഇതിനായി കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം ഒരുക്കണം എന്നതാണ് നിർദ്ദേശം. കേരളീയ ഭക്ഷണവിഭവങ്ങൾ ലഭ്യമാക്കുന്ന ഫുഡ് കോർട്ടുകൾ, നാടൻ ഉൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപണനശാലകൾ, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, സമീപ ജില്ലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ടൂർ പാക്കേജുകൾ തുടങ്ങി ലോക കേരള കേന്ദ്രത്തിൽ ലഭ്യമാകണം. കേന്ദ്രം സന്ദർശിക്കുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. പ്രവാസി സംഘടനകൾക്ക് അവരുടെ അംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി നാട്ടിലേക്ക് വിനോദസഞ്ചാര പരിപാടികൾ സംഘടിപ്പിക്കാം. സർ, ഇതിന് പ്രത്യേകമായ ഇൻസെൻറ്റീവ് അനുവദിക്കും. വാടകയ്ക്ക് നൽകാൻ സ്വന്തമായി പാർപ്പിടം വാങ്ങാനും തയ്യാറെങ്കിൽ വാടകയ്ക്ക് നൽകാനും പ്രായമായവർക്കും അസിസ്റ്റഡ് ലിവിംഗ് സൗകര്യം ഒരുക്കാനും ഈ പദ്ധതിയിലൂടെ കഴിയും. ഈ പദ്ധതിക്ക് പ്രാഥമികമായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു.